നമസ്കാരം ഗൈസ്, ആർജെ ആണ്. ആർജെസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമുക്കൊരു യാത്രയുണ്ട് ഗൈസ്, വലിയ യാത്രയാണ്. ഇന്ന് കുറേ അടുത്ത് പോകാണ്ട് ഇന്ന് നമുക്ക് പോയിട്ട് PF ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. കഴിഞ്ഞ വർഷം അപേക്ഷയാണ്. അപ്പോൾ ഈ 7 ദിവസം ആയിട്ടുണ്ടാവും, 7 ദിവസം ആയെന്ന് തോന്നുന്നു. ഇല്ല, 7 ദിവസം ആയില്ലേ? കഴിഞ്ഞ തിങ്കളാഴ്ച ഒന്നും അപേക്ഷയാണ്, 7 ദിവസം ആയി. അപ്പോൾ ഈ തിങ്കളാഴ്ച 7 ദിവസം ആവും. ഇന്ന് പോയി നോക്കണം PF കിട്ടുമെന്ന്. PF കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പാണ് പെട്ട അവസ്ഥയായി പോകും. അതിന് ശേഷം നമുക്ക് പറ്റുമെങ്കിൽ ലുലു മാളിൽ പോയിട്ട് അടുത്ത് നമ്മുടെ SBIയുടെ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് SBIയുടെ ക്രെഡിറ്റ് കാർഡ് അപേക്ഷ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ അത് ഏകദേശം എലിജിബിളായി വന്നായിരുന്നു, പക്ഷേ ചെറുതായിട്ടൊന്നും ബൗൺസായി പോയി. അപ്പോൾ ഈ വർഷം ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം മെയ് മാസത്തെ ലോൺ അടയ്ക്കാനുള്ള പൈസ ആവും. ഇല്ലെങ്കിൽ മെയ് മാസത്തെ ലോണൊക്കെ പെൻഡിങ് ആവും. നമുക്ക് 38,000 രൂപ മാസം ലോൺ അടവുന്നുണ്ട്. നമുക്ക് പേഴ്സണൽ ലോണും മെഡിക്കൽ ലോണൊക്കെ എടുത്ത് ഒരുപാട് ലോണുണ്ട്. പിന്നെ ഒരു ഫോണിൻ്റെ ലോണും അങ്ങനെയൊക്കെയാണ്. ലോണുകൾ കുറേ ഉണ്ട്. ഇതൊക്കെ അടച്ചു വരുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് ആവും മാസം നമുക്ക് അടയ്ക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടി ക്ലോസ് ചെയ്യാൻ വേണ്ടിയേക്കും ക്ലോസ് ചെയ്യാനും പിന്നെ എൻ്റെ സർജറിക്കുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥലം ലോൺ വെച്ചെടുക്കാൻ വേണ്ടി വന്നത്. പക്ഷേ സൊസൈറ്റി നമുക്ക് അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട് പറഞ്ഞ പോലെ. അത് പിടിച്ചായിരുന്നു, അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. സൊസൈറ്റിയിൽ ഒരു കമ്മിറ്റി കൂടി അക്കൗണ്ട് റെഡി ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കിത് പോയിട്ട് അവിടെ പോയിട്ട് അപേക്ഷ ഫോം വാങ്ങണം പറഞ്ഞ പോലെ. അപേക്ഷ ഫോം വാങ്ങിയിട്ട് നമുക്കത് ഫോം ഫില്ല് ചെയ്യണം. പിന്നെ അതിന് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ അവർക്കും ലോണിന് വേണമെന്ന് വെച്ചാൽ അതൊക്കെ അന്വേഷിച്ചിട്ട് ആ ലോണിനുള്ള ഡോക്യുമെൻറ്റ്സ് കൂടി സബ്മിറ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ഇന്ന് അതും ചെയ്ത് തീർക്കണം. എല്ലാം കൂടി ഇന്ന് ഒറ്റ ദിവസം കൂടി തീർന്ന് അറിയില്ല. നമുക്കങ്ങനെ മാക്സിമം ഇന്ന് ഒറ്റ ദിവസം കൂടി തീർക്കാൻ ശ്രമിക്കാം. അല്ലാതെ വേറെ വഴിയില്ല. നമുക്കില്ലേ നാളെ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ യാത്ര എത്ര ദിവസം നീങ്ങും നമുക്കറിയില്ല. എങ്കിലും മാക്സിമം ചെറിയ ഇത് നമ്മൾ അത് തീർക്കാൻ നോക്കും. ഇന്ന് ഞാൻ രാവിലെ ഇപ്പോൾ എണീച്ചത് 8 മണിയായി ഗൈസ്. 8 മണിയായി 8:10 ഞാൻ എണീറ്റപ്പോൾ തേങ്ങാ സുന്ദരി അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. രാവിലെ 6 മണി കണ്ടിട്ട് പുട്ട വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ദിവസം നമുക്ക് ഫുള്ള് പഴങ്കഞ്ഞായിരുന്നു. രാവിലെയും പഴങ്കഞ്ഞായിരുന്നു, രാത്രിയും പഴങ്കഞ്ഞി. പക്ഷേ രാത്രി പഴങ്കഞ്ഞി കുടിക്കാൻ വന്നപ്പോഴേക്കും ചോറ് ഒരുപാട് പൊടിച്ചു പോയി. അപ്പോൾ ഒട്ടും കൈകാട്ടാത്ത അവസ്ഥയായി പോയി. ഇന്ന് പക്ഷേ പുട്ടാണ്. ഇന്ന് പുട്ട് വൈകിട്ട് വരെ മാറ്റിയൊക്കെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പം ഉണ്ടാക്കുന്ന പുട്ട് ഇനി രാവിലെ നമ്മൾ 2 കൂട്ടി കഴിച്ചിട്ട് ബാക്കി ഉണ്ടാക്കുന്നത് നമ്മൾ രാത്രിയുടെ യാത്ര കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം അല്ലേ. ഇത് നമ്മൾ റേഷൻ കടയിലെ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പുട്ടാണ് നമുക്ക് ഉണ്ടാക്കുന്നത് അല്ലേ. ഗോതമ്പ് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കുളമാക്കി ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഇവളിങ്ങനെയാണ് ഇവളിങ്ങനെയാണ് അരിപ്പൊടി നമ്മൾ തീരാനായി. കാരണം നമുക്ക് റേഷൻ കടയിൽ കിട്ടിയ പച്ചരി കുറച്ചേക്കും വാങ്ങിയുള്ളൂ. അപ്പോൾ അതിൽ പകുതി ആ പച്ചരി നമ്മൾ വറുത്ത് കുടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതും പിന്നെ ഗോതമ്പൊടി തീരാൻ വേറെ വഴിയില്ല. അപ്പോൾ ഗോതമ്പൊടി കൂടി ചേർത്ത് ആണ് നമ്മൾ പുട്ടുണ്ടാക്കിയേക്കുന്നത്. ഗോതമ്പും അരിപ്പൊടിയും മിക്സാക്കി ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് ഇതാണ്. നമുക്ക് വേറെ ഫുഡൊന്നും ഇല്ല. ഇന്നത്തെ ദിവസം ഫുള്ളും പുട്ടുകൊണ്ട് അഭിഷേകമാണ് അല്ലേ. അടിയിൽ പുട്ടുണ്ടോ? നമ്മുടെ ആ പാത്രത്തിനടി വേണ്ടോ? ആ പാത്രത്തിനോട് ഊറ്റി മാറ്റിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ഫുള്ളും പുട്ടും പിന്നെ മിഞ്ഞാന്ന് വെച്ച മീൻകറി ഉണ്ട് ഗൈസ്. മിഞ്ഞാന്ന് വെച്ച ഉണക്ക മീൻ കറി ഉണ്ട്. അപ്പോൾ ആ കറിയും കൂടിയാണ് നമ്മുടെ ഫുഡ്. കറി ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടും നമ്മളോട് പറഞ്ഞത്. പക്ഷേ കറി ഇരിക്കുന്നതോറും കേടായി പോകായിരുന്നു. അതായിരുന്നു കഴിക്കുമ്പോൾ കേടാവാതെ ഇരുന്നാൽ നമ്മൾ കഴിക്കും. രാത്രി ചൂടാക്കി ചെയ്യും. അപ്പോൾ കേടായിട്ടുണ്ടാവില്ല. പിന്നെ ഇന്ന് രാവിലെ വീണ്ടും ഒന്നുകൂടി ചൂടാക്കുമ്പോൾ കഴിക്കുള്ളൂ. അപ്പോൾ കേടാവൂല. നമുക്കെന്നാൽ ഇന്നത്തെ ദിവസം പുട്ടും മീൻകറിയും കഴിക്കാം. നമുക്കേതായാലും ഇന്നത്തെ ദിവസം നമ്മളെ യാത്ര ഇവിടെ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങട്ടെ. തേങ്ങാസ്വദ്യം ഒരുങ്ങാണ്ട് പണിയൊക്കെ തീർന്നെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കൂടെ നടന്നും സമയം കളയാനില്ല. നോക്കാം. ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം. എനിക്ക് ഫുഡ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പുട്ടും പിന്നെ മീൻകറിയും കുറച്ച് വെച്ചിട്ടുണ്ട്. പപ്പടം വറുത്തുകൊണ്ടിരിക്കുകയാണ്. പപ്പടം വറുത്തിപ്പോൾ കൊണ്ടുവരും. നമുക്കിത് 2 കുറ്റി പുട്ടുണ്ട്. പിന്നെ അല്ല 1.5 കുറ്റി പുട്ട് മതി. അത് ഇന്നത്തെ വയറ് ഫുള്ള് മിക്കവാറും ഞാൻ രാത്രി ഫുഡ് കഴിക്കും തോന്നുന്നില്ല. അതിന് മാത്രം പുട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 5 കുറ്റി 6 കുറ്റി 5 കുറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ 2 കുറ്റി കൂടി ഞാൻ കൂടി ഷെയറിട്ട് കഴിച്ചിട്ട് വൈകിട്ട് പിന്നെ ബാക്കി വന്നിട്ട് കഴിക്കുള്ളൂ. നമുക്കെന്തായാലും ഫുഡ് കഴിക്കാം. പപ്പടം പുറത്ത് കൊണ്ടിട്ട് അതുകൂടി കഴിഞ്ഞിട്ട് ഒരുമിച്ച് കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. നോക്കട്ടെ. നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം വൈഫിനേക്ക് മുടി ചെയ്തുകൊണ്ടിരിക്കുക. വൈഫിന് മുകളിലത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നു, ഞാൻ താഴത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നു. എന്നിട്ട് ഈ പറഞ്ഞ തേങ്ങാസ്തുതി പറഞ്ഞ എനിക്ക് പൊക്കം കുറവാണ്. ഇതുണ്ടാ ഇവിടെ മുകളിലെ സ്റ്റെപ്പിൽ നിൽക്കുന്നത് കഴിച്ച് നിങ്ങൾക്ക് കാണും. ഞാൻ താഴത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്നു. എനിക്ക് പൊക്കം കുറവാണ് കളിയാക്കുന്നു. ഇതാണ് ഇവരുടെ അവസ്ഥ. പിന്നെ രാവിലെ 8:30 ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് 8 മണിക്കാണ് ഞാൻ എണീറ്റത്. ഇവൾക്ക് നേരത്തെ തന്നെ വിളിക്കായിരുന്നു കഴിച്ച്. നേരത്തെ വിളിച്ചില്ല. നേരത്തെ വിളിച്ചെന്ന് ഉറപ്പാണെങ്കിൽ നേരത്തെ എണീറ്റാണ്. ഇവിടെ വിളിച്ചില്ല. എന്നിട്ട് നമ്മളത് ധൃതി വിളിച്ച് തുടങ്ങിയപ്പോഴാണ് സമയം 8:30 കഴിഞ്ഞ്. ഇനി ആ ബസ് കിട്ടില്ല. ഇനി 10-ന് ബസ്സേ ഉള്ളൂ. അതിന് കൊണ്ടുവരും. അതേ നടക്കുള്ളൂ. നോക്കാം എന്തായാലും ഏത് ബസ്സിന് പോകുന്നത്. എന്നാലും ഒരുക്കങ്ങളെ ഏകദേശം തീരാനായി. നമ്മളിപ്പോൾ ഒരുങ്ങി തീർന്ന് ഇനി ഇവിടുന്ന് ബസ് കയറി പോകുമ്പോഴേക്കും മിക്കവാറും സമയം 11 മണി 12 മണിയൊക്കെ ആവും. നിങ്ങൾക്ക് തിരിച്ച് വൈകിട്ട് 4 മണിക്കൂർ ചീപ്പ് കാണാതല്ല. ചീപ്പ് വെച്ചാൽ ഓർമ്മയില്ല.
കാണാൻ ഇതല്ലേ ഗൈസ്, ഈ ബോധമില്ലാത്തവരുടെ തലയിൽ തേങ്ങ ശേഷം ഇവർക്ക് ഓർമ്മയില്ല, വെളുപ്പില്ല, പൊക്കമില്ലാത്ത അവസ്ഥയാണ്. അതിലിടയ്ക്കാണ് രാവിലെ എനിക്ക് നല്ല പണി കിട്ടി ഗൈസ്. ഞാൻ എൻ്റെ കാലിലെ നഖം സ്വന്തം കൈ കൊണ്ട് സൈഡെടുത്ത് ഇതാക്കാൻ നോക്കിയതാണ്, ഒന്ന് സെറ്റാക്കാൻ നോക്കിയതാണ്. അതിൽ ചെറിയ പണി കിട്ടി, ആ നഖം ഫുള്ളായിട്ട് കയ്യിൽ ഊരി പോകുന്നു. അതാണ് എന്റെ കാലിന്റെ അവസ്ഥ. ഒടുക്കത്തെ ബലമാണ് ആ ബലം, കുഞ്ഞു നഖത്തിന് കയറി പിടിച്ചെങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചില്ല ഗൈസ്. എന്റെ നിങ്ങൾ കാണുമെന്നറിയില്ല, ചോരയെ കുളിച്ചിട്ട് നഖം അതിന്റെ ഫുൾ നഖം ഊരിപ്പോകുന്നു കയ്യില്. നിങ്ങൾ മനസ്സിലാക്കണം എമ്മാതിരി പിടിയാ പിടിച്ചെന്ന്. നഖം ഫുള്ളായിട്ട് ഊരിപ്പോയി ഒട്ടും പ്രതീക്ഷയില്ല ഗൈസ്. ഇങ്ങനെയൊക്കെ ഊരിപ്പോകുന്നത് എന്താ ചെയ്യാറ്, ശരീരത്തിൽ നഖങ്ങളൊക്കെ ഊരിപ്പോയാൻ തുടങ്ങി. എനിക്ക് പ്രായമായി വരുന്നു തോന്നുന്നു, ഞാൻ വയസ്സനായി തോന്നുന്നു. എന്റെ കയ്യിലെ നഖം, കാലിലെ നഖം, കയ്യിലെ ഊരിട്ടില്ല, കാലിലെ നഖം ഞാൻ വെറുതെ വെച്ചിട്ട് പിടിച്ചൊരു സാധനം ഊരിപ്പോന്ന്. ഒരു വേദന ഉണ്ടായിരുന്നില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്തൊരു നനവ്, തൊട്ടൊക്കെ ബ്ലഡ്, അപ്പം തന്നെ കിളി പോയി. നഖം നോക്കിയപ്പോൾ, നഖം എടുത്ത് നോക്കിയപ്പോൾ വലിയ നഖം ഫുള്ളായിട്ട് പോകുന്നു. ചെറുതാ വലിയ ഫുള്ളായിട്ടുള്ള നഖം ഫുള്ളായിട്ട് ഊരി പോകുന്നു. നെയിൽ കട്ടർ ഇല്ലാണ്ട് ഗൈസ്, നെയിൽ കട്ടർ വാങ്ങിച്ചത് കഴിഞ്ഞ തെളിവ്. ഞാൻ വീഡിയോ എടുക്കണപ്പോ എടുത്തോളൂ, ശരിയാണ്. ഈ പേഴ്സിൽ ഒരെണ്ണമുണ്ട്, ബാഗിൽ ഒരെണ്ണം. കാരണം ഇതിന്റെ സ്വഭാവം ശരിയല്ലാത്തോണ്ട് ഞാൻ എപ്പോഴും ഇത് കീപ്പ് ചെയ്യും. ഒരു സാധനം ചോദിച്ച സാധനം തരില്ല. ഇപ്പൊ തന്നെ ചീപ്പ് ആയിട്ട് ഈ പറഞ്ഞ പേൻ ചീപ്പ് ഉപയോഗിച്ച മുടി ചെയ്തുകൊണ്ടിരിക്കണേ. അതാണ് ഇവളുടെ വിളവ്. നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ കഷ്ടപ്പാട് എന്താന്ന്. ഒരു സാധനം എടുത്തിട്ട് വെക്കൂല, തോന്നിയുടെ കൊണ്ട് വെച്ചും. എന്നിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ നമ്മളെ കുറ്റം പറയും. എന്നിട്ട് അസുഖം കണ്ട, അത് കണ്ടെന്ന് ചോദിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ മമ്മിക്ക് പ്രായമായി, മമ്മിക്ക് അസുഖങ്ങളുള്ളതാണ്. മമ്മിക്ക് സാധനം വെച്ചാൽ കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എന്നിട്ട് ഇവിടെ മമ്മിയുടെ ചൂടാവും. മമ്മിക്ക് ബോധമില്ല, മമ്മി അവിടെ കൊണ്ടുവച്ചു ഇവിടെ കൊണ്ടുവച്ചുകൊണ്ട് മമ്മീനെ തൊച്ചുണ്ടാക്കും. ഇവൾക്ക് തുള്ളിയോലും ബോധമില്ല ഈ പ്രായത്തിൽ തന്നെ. പിന്നെയാണ് ഇവിടെ എൻ്റെ അമ്മയെ കുറ്റം പറയാൻ വന്നേക്കണേ. ഇവളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചവിട്ടണ്ട. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കണം. ഇവിടുത്തെ അവസ്ഥയിൽ ഒരു സാധനം വെച്ചാൽ കാണാത്തൊരു അവസ്ഥ. എൻ്റെ മെഡിസിൻ പോലും രാവിലെ തപ്പിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. ആ സാധനം ഞാൻ ഇവിടെ ജനാലിൽ വെക്കുന്ന സാധനമാണ്. അത് രാവിലെ വെച്ചാൽ അത് കാണാനില്ല. തപ്പി അവസാനം കണ്ടുപിടിച്ച് എങ്ങനെ നോക്കിയപ്പോൾ താഴത്ത് തക്കാളിയുടെ കവറിൽ ഒടിച്ചിരുന്നു ഗൈസ്. പച്ചക്കറി കിടക്കാൻ നേരത്തെ എടുത്ത് വെച്ച സ്ഥലം കാണണം. നമ്മൾ ഇന്നലെ രാത്രിയല്ല, മിഞ്ഞാന്ന് പോയപ്പോൾ തക്കാളി വേണ്ടെന്നല്ല ഞാൻ വീഡിയോ കാണിച്ചു തന്നെ. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിഞ്ഞാന്ന് പോയപ്പോൾ തക്കാളി വാങ്ങിച്ചായിരുന്നു. ആ തക്കാളി കവറിൽ കൊണ്ടുവച്ചിരുന്നു എൻ്റെ മരിച്ചും കൊണ്ടുവച്ചിരുന്നത്. പിന്നെ ഗൈസ്, നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ഫോളോ ചെയ്യുക. കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് വരുമ്പോൾ മിക്കവാറും ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ മിക്കവാറും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പം അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം ആരോ ഉപയോഗിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ എന്റെ ഇൻസ്റ്റന്റ് ID ഞാൻ നിങ്ങളുടെ ഇതിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. വേറെ ആരെങ്കിലും നമ്മളെ ഇത് ഇൻസ്റ്റയോ അങ്ങനെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. അത് സംഭവിച്ചു ഗൈസ്. ഇവള് ഞാൻ അറിയാതെ സ്വന്തമായിട്ട് ഇൻസ്റ്റയുടെ പാസ്വേഡ് മാറ്റാൻ വേണ്ടി ഹോസ്പിറ്റൽ വർക്കുന്ന സമയത്ത് പാസ്വേഡ് മാറ്റാൻ വേണ്ടി നോക്കി. അതിന് ശേഷം ഇവളുടെ ഇൻസ്റ്റ വേറെ ആരും ഉപയോഗിക്കുന്നവരുണ്ട്. ഇവള് പാസ്വേഡ് മാറ്റാൻ വേണ്ടി ആരോ കൊടുത്ത നല്ല സുഹൃത്ത് പണി കൊടുത്താൽ സംശയമില്ലായില്ല. എന്തായാലും പണി കിട്ടിയ അവസ്ഥയാണ് അവളുടെ ഇൻസ്റ്റാഗ്രാം ID. പിന്നെ നിങ്ങൾ എൻ്റെ കൂടുതൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് അറിയാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാം. കാരണം അതിലാണ് ഞാൻ കൂടുതൽ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യില്ല. കാരണം ഇന്ന് തന്നെ ഇപ്പോൾ പോണത്, ഇന്ന് ഡേറ്റ് ഏകദേശം ഇന്ന് 22 ഏപ്രിൽ 22 നമ്മൾ പുറത്ത് പോണത്. പക്ഷേ ഇൻസ്റ്റയിലാകുമ്പോൾ കാരണം അപ്പോൾ തന്നെ നമ്മൾ ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ വീഡിയോ ഇട്ട് വരുമ്പോൾ ഇത് മിക്കവാറും ഏപ്രിൽ 30 ലാസ്റ്റേക്കായിരിക്കും വീഡിയോ അപ്ലോഡ് വരുന്നത്. അതാണ് എൻ്റെ ഇവിടുത്തെ നെറ്റിൻ്റെ പ്രശ്നം. ഞാൻ മിഞ്ഞാന്ന് കൊടുത്തത് എൻ്റെ വീഡിയോ അപ്ലോഡ് ഇപ്പോഴും ആയിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവാനായി. ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഒരാഴ്ച ആവാനായി. അപ്പോൾ വന്നതിൻ്റെ അന്ന് ദിവസം ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എടുത്തായിരുന്നു. ആ വീഡിയോ ഇപ്പോഴും അപ്ലോഡ് ആയിട്ടില്ല. അത് ഇപ്പോഴും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോഴും 56% ആയിട്ടുള്ളൂ. അത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. കഷ്ടപ്പാടാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റായിട്ട് എൻ്റെ എല്ലാ കാലം മനസ്സിലാക്കാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം. നമ്മൾ ഫൈനലി ഇറങ്ങി ഗൈസ്. ഇതേ നമുക്ക് ഇനി 10 മണിക്കാണ് ബസ്സുള്ളത്. ഇറങ്ങി പോകണം, താഴത്തേക്ക് പോകണം അല്ലേ? താഴത്ത് പോകണം ഗൈസ്. മുകളിൽ ബസ്സില്ല. നമുക്ക് 8 മണിക്ക് 8:30 ബസ്സൊക്കെ പോകണമെങ്കിൽ നമ്മൾ രാവിലെ നമ്മൾ നേരത്തെ നിൽക്കണമായിരുന്നു. ഇവിടെ ഞാൻ എണീറ്റില്ല. ഇവിടെ എണീറ്റെങ്കിലും ഇവിടെ ഞാൻ വിളിക്കാമായിരുന്നു. പക്ഷേ അവിടെ ഉറപ്പായിട്ട് എണീറ്റാ ഞാൻ. നീ എപ്പോൾ വിളിച്ച് ഗൈസ്? നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. JBLന്റെ സ്പീക്കറിൽ ഫുൾ ഓളിയത്തിൽ ഞാൻ പാട്ട് വെച്ചിരുന്ന് ഫാൻ ഓഫ് ചെയ്തു. എന്റെ അടുത്ത് പറഞ്ഞത് ഫാൻ ഓഫ് ചെയ്തു. വലിയ സ്പീക്കർ ഒന്നുമില്ല, ഒരു കൈക്കോളും ചെറിയ സ്പീക്കറാണ് ഗൈസ്. അതിന് വലിയ സൗണ്ട് ഒന്നും ഇല്ല. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ടെസ്റ്റ് അടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് കോപ്പിറൈറ്റ് കിട്ടുന്നുള്ള ഒറ്റ ഇതിലാണ് കേട്ടോ. ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയ സ്പീക്കർ 500 രൂപ വിലയുള്ള ചെറിയ സ്പീക്കറാണ്. അത് അവള് 900 വിലയുള്ള ചെറിയ സ്പീക്കറാണ്. അവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത സ്പീക്കറാണ് ബർത്ത്ഡേക്ക്. അതിൽ പാട്ടൊന്നും വലിയ സൗണ്ട് ഒന്നുമില്ല ഗൈസ്. ആണ് ഗൈസ്. അത് നമ്മളെ ചെവിയിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ചെവിളില്ലേ, ആ അവസ്ഥ. എന്നിട്ട് നമ്മളിത് ഇറങ്ങാൻ ഇന്ന് കാറിറങ്ങിയാൽ നമുക്ക് താഴത്തിറങ്ങി പോവാം.
മല ഇറങ്ങി പോകണം താഴത്തേക്ക്. ചീപ്പ് കൊണ്ട് കാണാൻ മുടി ഒതുങ്ങാത്തൊരു വിഷം കൊണ്ട് എനിക്ക്. നല്ല വൃത്തിക്കാ ഒതുക്കി വെച്ചിരിക്കണം കേട്ടോ. നടക്ക് ഭയങ്കര വൃത്തിയാ. ഒന്ന് മല ഇറങ്ങി പോകണം. സാധാരണ മല കയറിയാൽ പോവാറ്. ഇപ്രാവശ്യം മല ഇറങ്ങിയാണ് പോകുന്നത്. അതായത് നമുക്ക് നോക്കാം. ഒന്ന് പോയിട്ട് ഇന്ന് ആദ്യം നമ്മൾ തിരുവനന്തപുരത്ത് പോകുന്നത് SBI ക്രെഡിറ്റ് കാർഡ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോകുന്നത്. ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ കിട്ടിയാൽ അത് വീട്ടിലത്തെ 7 ദിവസം എടുക്കും. ആകുമ്പോഴേക്ക് ലോൺ അടക്കാനുള്ള ഡേറ്റ് തീരും. അതൊന്നും പ്രശ്നം. നോക്കട്ടെ, കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയതിന് ഉറപ്പായിട്ട് നമ്മൾ മൂഞ്ചി അവസ്ഥയാവും. പിന്നെ വല്ല ലോൺ വല്ലതും കിട്ടാൻ വേണ്ടി കുറേ ആപ്പുകളൊക്കെ തപ്പുന്നുണ്ട് ഗൈസ്. നല്ല വെറുതെ ഉടായ്പ ആപ്പുകളൊന്നും തപ്പുന്നില്ല. ജെനുവൻ ആയിട്ടുള്ള ആപ്പുകൾ തപ്പുന്നുള്ളൂ. ഉടായ്പ ആപ്പിൽ നിന്നൊക്കെ ലോൺ എടുക്കാറുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ ഈ 1500 രൂപ 2000 രൂപ തന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ 7000 രൂപ 8000 രൂപ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ ഉടായ്പ ആപ്പുകളില്ല ഗൈസ്. ആ ആപ്പിൽ നിന്ന് ഞാൻ ലോൺ എടുക്കാറുണ്ട്. പക്ഷേ ഞാൻ തിരിച്ച് അടയ്ക്കാറില്ല. അവന്മാർ വിളിച്ച് ഭീഷണിപ്പെടുത്താറുണ്ട്. എൻ്റെ ഫോണിലെ കോൺടാക്ട് എല്ലാം എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഫോട്ടോസ് എടുക്കാൻ നോക്കാറുണ്ട്. അവന്മാർ അങ്ങനെ കുറേ അവന്മാർ തന്നെ ഭീഷണിപ്പെടുത്താറുണ്ട്. പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ഗൈസ്. എനിക്ക് അടക്കാൻ സൗകര്യം നിങ്ങളുടെ കോൺടാക്ട്സ് കയ്യിലുണ്ടല്ല, അതിൽ വിളിച്ചുകൊണ്ട് പൈസ വെച്ചുകൊണ്ട് ഞാൻ അവന്മാരെ അങ്ങോട്ട് വെറുപ്പിക്കും. നമ്മളൊരാൾ ഇങ്ങോട്ട് വെറുപ്പിച്ചാൽ നമ്മൾ തിരിച്ച് അങ്ങോട്ട് വെറുപ്പിച്ച പ്രശ്നം തന്നെ. നമ്മൾ വെറുതെ പേടിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ മുതലാക്കുന്നത്. നിങ്ങളും അങ്ങനെ ഉടായ്പ ആപ്പുകളൊക്കെ ലോൺ എടുത്തിട്ട് പേടിച്ചിരിപ്പുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അവന്മാർക്ക് പണമൊക്കെ പറഞ്ഞാൽ പ്രശ്നം തന്നെ ഗൈസ്. അല്ലാതെ നമ്മൾ വെറുതെ പേടിച്ചിരിക്കുമ്പോഴാണ് അവന്മാർ നമ്മളെ മുതലാക്കുന്നത്. നീ കൊട പിടിച്ചാണ് ഗൈസ്. അവൻ മൂടിടിച്ച് വീണ് കഴിഞ്ഞാൽ എനിക്കായിരിക്കും ചീത്തപ്പേര് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ദയവായി കുറച്ച് നേരത്തേക്ക് ഈ വധൂരി എവിടെയെങ്കിലും പോയി മൂടിടിച്ച് വീണ് കഴിഞ്ഞാൽ എനിക്കാണ് പണി കിട്ടണം. കാരണം കാല് വയ്യാത്തതാണ്, തലയും ഒരു സൈഡില്ല. എന്നിട്ട് അമ്മാവ ഇങ്ങനെ വലിയ കാര്യത്തിൽ പോകണേ. ഇവിടെയൊക്കെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഈ ചറുകും, പെട്ടെന്ന് തന്നെ ചറുകി പോവും. ഇറങ്ങ് അതുവഴി തന്നെ കണ്ടോ. കാരണം നമ്മളെ കാര്യം യൂട്യൂബ് നമ്മൾ നടത്തണ ഇതിലെ ഇങ്ങനെ പോവോ, ആ വീട്ടിൻ്റെ ഇല കൂടി പോവും. ആ കാണുന്ന ശരത്തേട്ടൻ്റെ വീടാണ്, ഞങ്ങളുടെ ഫ്രണ്ടാണ്. പക്ഷേ നമ്മൾ അറിയാമല്ലോ, നിങ്ങൾക്ക് ഉൾനാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും. ഉൾനാടെന്ന് പറഞ്ഞാൽ കാട്ടേരിയ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, എന്നാലും ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പം അതിൻ്റെതായ എന്താ പറയുക കാര്യങ്ങൾ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ സിറ്റിയിലുള്ള ആൾക്കാരെ പോലെ തന്നെ ബിഹേവിങ്ങും കാര്യങ്ങളും ആയിട്ടില്ല. എല്ലാവരും നാട്ടുംപുറംകാരാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പം നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ കാര്യങ്ങളായാലും അങ്ങനെ തന്നെയാണ്. എല്ലാവരും നോക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇത്രയും വർഷമായി, 6 വർഷമായി. അപ്പോൾ ആ 6 വർഷത്തിനിടയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ചേഞ്ച്. ഇപ്പം ഞാൻ ഈ നാട്ടിൻപുറത്തുനിന്ന് ഭയങ്കര സിറ്റി അല്ലെങ്കിൽ പോലും നമ്മൾ ആളുടെ വീട് വരാപ്പുഴയാണ്. അപ്പം നമ്മൾ ആ സ്ഥലത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയമ്മയ്ക്ക് നല്ല മോഡേൺ ഡ്രസ്സ് ഇടണം, ഫ്രീക്കായിട്ട് നടക്കണം. നമ്മൾ നേരം കഞ്ഞി കുടിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ അടിപൊളിയാണ് അവരുടെ ജീവിതം, അങ്ങനത്തെ ഒരു രീതിയിൽ. അതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പം ഇവിടെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. അത് മാമൻ്റെ വീടാണ്, ശരത്തേട്ടൻ്റെ. ഇത് ശരത്തേട്ടൻ്റെ വീടാണ്. ഇത് ശരത്തേട്ടൻ്റെ മാമനാണ്. ആ പുള്ളി രാവിലെ റബ്ബർ പാലൊക്കെ എടുത്തിട്ട് ബക്കറ്റേ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെടുവാങ്ങോട്ടാണോ? ഓ ചായയില്ല, ഫോൺ പിടിച്ചോണ്ട് പോയത്. ഫോണ് കുഴപ്പമില്ല, മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ. ആ 8:45 കഴിഞ്ഞു. ഇനിയിപ്പോ അത് തന്നെ, അതുകൊണ്ടാ പതുക്കെ ഇറങ്ങി. പോട്ടാ. ഇത് നമ്മുടെ ശരത്തേട്ടൻ്റെ മാമനാണ്. എന്നെ അറിയാമെന്നൊക്കെ വിളിച്ചു വയ്ക്കണം. അയ്യോ ഗൈസ്, ഞാൻ പോയിട്ട് വരാം. പിടി. എൻ്റെ അമ്മ ഭയങ്കര പിന്നല്ലേ ഇന്നലെ ഇപ്പൊ കുറച്ച് 2-3 ദിവസമായി ഇവിടെ തന്നെ. വെള്ളം നമ്മൾ ടീച്ചറിന്റെ വീട്ടിൽ നിന്ന്
അവിടെ നിന്നാണ് വെള്ളം എടുക്കാൻ പറയാം. എന്നിട്ട് നമ്മളെടുത്ത് ആളെ ചെടിയൊക്കെ നനയ്ക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ കിണറ്റിൽ ഉദയണ്ണ തേങ്ങ കടത്ത് വെട്ടി കുടിച്ചിട്ട് അതെല്ലാം കൂടി എടുത്ത് ഉദയണ്ണ കിണറ്റി തന്നു. അപ്പൊ വെള്ളം എടുക്കാൻ വയ്യാതെ ഇപ്പം ഇനി ആ കിണർ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ആളെ വിളിച്ചു വന്നപ്പോഴത്തേക്ക് കിണർ കെട്ടണമെന്ന്, എന്നാലേ ഇറക്കാൻ വേണ്ടി അവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പണ്ടത്തെ ഇതല്ലേ കല്ലടിച്ചത്. അപ്പൊ അവര് പറഞ്ഞ് കിണർ കെട്ടണം. കിണർ കെട്ടണമെങ്കിൽ 10-15 രൂപയ്ക്ക് മേലെ പോയി. ഒന്നും കാട്ടിയില്ല. പിന്നെ സുഖം തന്നെ ചേച്ചി, പോട്ടെ. അയ്യോ ഷർട്ടിന്റെ കുഞ്ഞമ്മ ആയിരിക്കും. അല്ലെങ്കിൽ മുറ വേണമെന്ന് പറഞ്ഞു. കോട അങ്ങനെ ആക്കല്ലേ ഗൈസ്. വീഡിയോ കുറേ നേരം റെക്കോർഡായി പോയി, പക്ഷേ ഞാൻ റെക്കോർഡാണെന്ന് കണ്ടില്ല. ഇവിടെ ഫോൺ റെക്കോർഡ് ഇട്ട് എനിക്ക് അറിയാനും ചെയ്തത്. ഈ ബോധരാത്രി ഇങ്ങനെയൊക്കെ ചെയ്യും ഗൈസ്. റെക്കോർഡ് ഇട്ടിട്ട് ഫോൺ തന്നിട്ട് പോയിട്ട് ഞാൻ റെക്കോർഡൊന്നും ശ്രദ്ധിച്ചില്ല. നോക്കിയപ്പോൾ ഇപ്പോഴാണ് റെക്കോർഡാണെന്ന് മനസ്സിലായത്. ഞാൻ അപ്പോൾ കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം, എന്തിനെ പറ്റി കട്ട് ചെയ്യാൻ വേണ്ടി അതാണ് നല്ലത്. നമുക്കെന്നാലും പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ പോവാം. കഴിഞ്ഞ ദിവസം മീൻ പിടിച്ച തോട് 6 മീൻ പിടിച്ച 6 ഇപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ട്. പോവാം, നമുക്ക് വെള്ളം ആവാം. ഞങ്ങൾ നേരത്തെ വന്ന സമയത്ത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ഇച്ചിരി കൂടിയിട്ടുണ്ട്, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മലയിൽ നിന്ന് ഇറങ്ങുന്നതാണ് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് കയറുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം മഴ പെയ്തില്ല, അതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതലായിട്ട് ഫീൽ ചെയ്യണത്. ഞാൻ നല്ല വീട് നമുക്ക് പോയി ബസ് കയറാനുള്ള വഴി നോക്കാം. കേസ് നമുക്ക് ബസ് കിട്ടി. നമ്മളിപ്പോൾ നടമങ്ങാടല്ല പരുത്തിക്കുഴിന്ന് ബസ് കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇത് മറ്റേ അയ്യപ്പൻകുഴി വഴി പുതുക്കുളങ്ങര കയറി അങ്ങനെയല്ലേ കാരനാട് വഴിയാണ് നെടുമങ്ങാട് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. നമുക്കെന്നാലും ഇവിടെ നിന്ന് 40 രൂപ കൊടുത്താൽ തിരുവനന്തപുരത്തേക്ക് ഒരാൾക്ക്, 2 പേർക്കും കൂടി 80 രൂപ ടിക്കറ്റ്. നമുക്കെന്നാൽ തിരുവനന്തപുരം പോയിട്ട് അവിടെ നിന്ന് കറങ്ങി വേണം തിരിച്ച് വരുമ്പോൾ നെടുമങ്ങാട് കയറാനും പിന്നെ പറ്റിയാൽ തിരിച്ച് വരുമ്പോൾ പുതുക്കുളങ്ങര സൊസൈറ്റി കയറാനും പറ്റണം. എല്ലാവർക്കും സമയം ഉണ്ടാവണമെന്ന് ആഗ്രഹത്തിൽ പോകണം, നോക്കാം കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ PF കിട്ടണം. PF കിട്ടിയിട്ട് നമ്മളെ ചെലവും കാലം പെട്ട അവസ്ഥയായിരിക്കും. PF എത്ര ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല. 4-5 മാസം PF ഉള്ളൂ. കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് PF കിട്ടുന്നത്. നോക്കാം, ഏതായാലും പോയി നോക്കാം. നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമുക്കിവിടെ നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ നമ്മളവിടെ ഒരു വീടിൻ്റെ മുകളിലിട്ടിരുന്ന പ്രൂഫൊക്കെ കാറ്റത്ത് തെറിച്ച് പോയിട്ട് മരമൊക്കെ ഒടിഞ്ഞിടപ്പുണ്ട്. നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. എനിവേ നമ്മളിപ്പം നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ ഇരിക്കുന്ന സ്ഥലത്താണുള്ളത്. ഇടച്ചിറ അവിടെയാണ്, പുതുക്കുളങ്കര എന്ന് പറയും. അവിടെയാണ് നമുക്ക് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നൊരു ചേട്ടന്മാരൊക്കെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. എനിവേ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് വൈ. അപ്പം ഇവിടുന്ന് ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരുടെ നിന്ന് ഇങ്ങനെ പലതൊക്കെ പറയും, നമ്മളത് ശ്രദ്ധിക്കാൻ പാടില്ല. കാരണം നാട്ടിൽ പറയണതൊക്കെ സഹജമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പോൾ അത് പുതുക്കുളങ്കരയാണ്. ഇതൊക്കെ നാട്ടിൻപുറം ആയതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള ചെറിയ കൊച്ചു ചാബല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു രസമാണ് അതൊക്കെ. നമുക്കിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്തായാലും നോക്കാം. ഇവിടെ കുറേ നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇന്നലെ ഞങ്ങൾക്കായാലും കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. മരമൊക്കെ വീണിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഞായറാഴ്ച അവധിയൊക്കെ ആയിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ പോയി ലാസ്റ്റ് രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കറണ്ട് വന്നത്. എന്നിട്ട് പിന്നെ വന്നും പോയി അങ്ങനെയൊക്കെ നിന്ന് നമ്മൾ എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി തിരുവനന്തപുരം എത്തണം. ഇവിടെ വന്നൊരു സർവത്തെ കുറിച്ച് വീട്ടിൽ പോണത് ബസ് വീട്ടിൽ പോകല്ല. നമ്മൾ ലുലുമാളിൽ പോകണം. പാളയത്തിറങ്ങി ശ്രുതി ഫ്രണ്ട് പാളയത്തിറങ്ങി ആളെ ഫുള്ളും കള്ളന്മാരുടെ പരസ്യപ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പാളയത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലുലുവിലേക്ക് ബസ് കയറി പോകണം. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് നടന്നു ബസ് കയറി പോകാനുണ്ട്. വൈഫിൻ്റെ കാലിലാണെങ്കിൽ ആരോ ചുഴിങ്ങ പൊട്ടിച്ച് അവളുടെ പാൻറ്റിന്റെ ബാക്കിലൊക്കെ ആയി കൈസ്. ഇനിയിപ്പോൾ അത് വെച്ച് പുത്തൻ കൊറിയൻ പാൻറ്റ്, അതെ കൊറിയൻ പാൻറ്റിലാണ്. പാവം ഒരുപാട് ആഴ്ചകൾ കൊറിയൻ പാൻറ്റ് വാങ്ങിച്ചത്. ആ പാൻറ്റാണ് ഈ സംഭവം ആയേക്കണത്. മമ്മി വിഷുവിന് വാങ്ങിട്ട് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ്. അതിലാണ് വിഷമൂട് വൈഫിന്. അപ്പോൾ ശ്രുതി നടപ്പുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന്
പാളയത്തിൽ നിന്ന് ലുലുവിന് അങ്ങോട്ടുള്ള ബസ് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി നടക്കണം. നമുക്ക് അവിടെ പോയിട്ട് വേണം നമുക്ക് ലുലുവിന് അങ്ങോട്ടുള്ള ബസ് കയറി പോകാനായിട്ട്. പോയിട്ട് മറ്റേ ക്രെഡിറ്റ് കാർഡ് കിട്ടിയാൽ മതിയായിരുന്നു. ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന ഒരു പാൻ കാർഡ് മറ്റേ ലോണും കിട്ടണം, പിന്നെ നമ്മുടെ PF കിട്ടണം. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ 1-ാം തീയതി ആകുമ്പോഴേക്കും ലോൺ എടുക്കാനുള്ള പൈസയ്ക്ക് മൂഞ്ചും ഗൈസ്. ഇന്നെന്തായാലും PF വലിക്കണം. കാരണം നാളെ ഫസ്റ്റ് ലോൺ പോകും. 4200 രൂപയുടെ ഫസ്റ്റ് ലോൺ നമുക്ക് നാളെ പോകും. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇന്ന് ലോൺ അടക്കാനുള്ള പൈസ അക്കൗണ്ടിൽ കയറാൻ വേണ്ടി ഇന്നെന്തായാലും PF വലിക്കാൻ പറ്റണം. വലിക്കാൻ പറ്റിയിട്ട് നമ്മൾ ഉറപ്പായിട്ട് പെട്ടും. 4236 രൂപയാണ് ഫസ്റ്റ് ലോൺ പോകുന്നത് നാളെ. അപ്പോൾ ആ പൈസ പോകാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. ഇന്ന് കിട്ടണമെന്ന് പ്രതീക്ഷ ആഗ്രഹത്തിൽ നമ്മൾ വരുന്നത്. കിട്ടിയാൽ മതിയായിരുന്നു, വലിയ ഉറപ്പായിട്ടും മൂഞ്ച അവസ്ഥയാവും. ഗൈസ് ഇത് ചന്ദ്രനഗർ സ്റ്റേഡിയം അങ്ങനെ എന്തോ ഒരു സ്റ്റേഡിയമാണെന്ന് തോന്നുന്നു. ആ ചന്ദ്രനഗർ എന്തോ സ്റ്റേഡിയമാണ്, നമ്മുടെ ഇവിടുത്തെ സ്റ്റേഡിയമാണ് കാണുന്നത്. ആ സ്റ്റേഡിയത്തിൽ ഫുള്ളും പരസ്യം അടിച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ വോഡാഫോണിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ഇന്ത്യയിലോട്ട് വെച്ചാണ്. അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചുകൂടി പോകാനുണ്ട്. നമുക്ക് ബസ്സിൽ പോകാൻ കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. നമ്മളിവിടെ കല്യാണ സീസൺ പിള്ളേർ ഫുള്ള് AC-യുടെ കാറ്റ് പുറത്തേക്ക് വരുന്നു കഴിച്ചു. അവിടെ ദിവസം പ്രത്യേക ദിവസം തണുപ്പ് കുറച്ച് നേരം നിൽക്കായിരുന്നു. ഭയങ്കര ചൂടത്ത് ആ തണുപ്പുള്ള കാറ്റ് പുറത്ത് പോകാൻ സുഖമായിരുന്നു. പക്ഷെ നമ്മൾ നടക്കാവുന്നത് കല്യാണ സീസൺ തിരുവനന്തപുരം കല്യാണ സീസണിലോ ഓപ്പോസിറ്റുള്ള സ്റ്റേഡിയമാണ് ഇത്. പിന്നെ അവിടെ ഒരു മുസ്ലിം ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? കോഫിയാണ് കേട്ടോ. ശരിക്കും അവിടെ എല്ലാ സാധനവും നമുക്ക് വയറ് നിറയെ കഴിക്കുകയും ചെയ്യാം. പ്രൈസ് കമ്മിയാണ്. ഇടയ്ക്ക് നല്ല ഓഫറുണ്ട്. വൈകിട്ടൊക്കെ ഓഫറൊക്കെ വരുന്ന ടൈമുണ്ട്. ശരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. കാരണം അത് എപ്പോഴൊക്കെയാണ് ഓഫർ ഉള്ളതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. പക്ഷെ അവിടെ അടിപൊളിയാണ്. ബർഗർ, ഷവർമ, എല്ലാ സാധനവും ഉണ്ട്. ഷവർമ ഉണ്ട്, ഷേക്ക് ഉണ്ട്, പൊളിയാണ്. പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതായിരിക്കും. കുറവായിട്ടുള്ളതാണ്. നമ്മളത്തെ കാശില്ല. പറ്റിയ വരുമ്പോൾ അവിടെ കാശ് PF പൈസ കിട്ടുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതായിരിക്കും. തേങ്ങാശ്ശേരി ഫാസ്റ്റൊക്കെ ഓടുന്നുണ്ട് ഗൈസ്. ഞാൻ പതുക്കെ പോകണമെന്ന് കുറേ എന്നെ വല്ല വണ്ടി ഇടിക്കുന്നു തോന്നുന്നു. നോക്കാം, വണ്ടികൾ പോകണമെന്ന് ഗ്യാപ്പിൽ ഞാനും കയറിപ്പോൾ നോക്കുന്നത്. നല്ല ബ്ലോക്ക് ഉണ്ട്, വണ്ടി ഇഷ്ടം കൊടുക്കുന്നുണ്ട്. നോക്കാം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കയറി പോകാൻ പറ്റും. പ്രതീക്ഷ നടന്നു ഇത് പോവാം. ആ നിനക്കെന്നാ നീ നിന്റെ പോ. സുതി ചൂടായിട്ടാണ് പോകണത്. നമ്മുടെ എറണാകുളം പോലെ തോന്നി പോലെ റോഡ് ക്രോസിൽ ഓടാൻ പാടില്ല, ചെറുക്കന്മാർ പറയാൻ ഓടാൻ പാടില്ല എന്നൊക്കെയാണ് പറയണത്. കൊച്ചി പോലെയുള്ള തിരുവനന്തപുരം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണത്. അറിയില്ല, നമുക്ക് കൊച്ചിയിലേക്കാണ് റോഡ് ക്രോസ് വേണ്ടി പാടുന്നില്ല. വണ്ടി സ്ലോവാക്കിത്തരും കൈ കാണിച്ച് കയറിയാൽ. ഇവിടെ അങ്ങനെ സ്ലോവാക്കിത്തരെല്ലാം ബോധില്ലാതെ ആൾക്കാരെ ഓടിക്കണമെന്നാണ് ശ്രുതി പറയണം. നമുക്ക് അതിലൂടെ കുറച്ച് നടന്ന് പോകാനുണ്ട്. കുറച്ച് ദൂരം വെയിലുണ്ട്. ഞാൻ കുട പിടിച്ച ഉറപ്പാണ്. അവൾ കുട പിടിക്കാതെ നേരെ ഓടിക്കളഞ്ഞ് കുഴപ്പമില്ല. അവൾ വെയിലത്തിറക്കട്ടെ. എനിക്കെന്നാലും വെയിലത്തിറക്കാൻ വയ്യ, തല പൊള്ളുന്നു പോയി. ഇപ്പോൾ തന്നെ ഞാൻ തൊപ്പി എടുത്തിട്ടില്ല. ഇവിടെ നിന്ന് കുറേ കൂടെ നടന്ന് പോകാണ്ട് ഗൈസ്. പണിയാണ്, നല്ല ദൂരമുണ്ട് ബസ് കയറാൻ വേണ്ടി നടന്നു പോകാനായിട്ട്. ഇവിടെ നേരെ പോയിട്ട് പള്ളിയുടെ വണ്ടി കൂടെ പോകണം തോന്നുന്നു. അവിടെ ഒരു അമ്പലത്തിൻ്റെ നിങ്ങൾ കാണാൻ തോന്നുന്നു. ഒരു അമ്പലത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. അത് എന്ത് അമ്പലം കടയില്ല. ഞാൻ ഫ്രണ്ടിൽ പോകുമ്പോൾ കാണിച്ചിടാൻ കഴിച്ചു. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഒരു പ്രതീകമാണ് കഴിച്ച് നിങ്ങൾ കാണുന്നത്. എന്തോ ഒരു ശിലാസ്ഥാനം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ സംഭവം ചെയ്താന്ന് പറഞ്ഞത് അവൻ എഴുതിയേക്കണത്. അങ്ങനെ എഴുതിയേക്കണത് ഞാൻ വൃത്തിക്ക് വായിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് നടന്നു പോകണം. കാരണം എൻ്റെ കൂടെ നല്ല തേങ്ങാശ്രുതി ഉരുണ്ട് പെട്ടെന്ന് പോയി കളഞ്ഞു. അവൾ തേങ്ങ ഉരുളുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് ഉരുണ്ട് പോയി കളഞ്ഞ് ഞാൻ പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഓരോന്നും കള്ള പാർട്ടിക്കാരന്മാർ കക്കാൻ വേണ്ടി അത് ഇതൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈൻഡിൻ്റെ ആവശ്യമില്ല. അതായത് തേങ്ങാശ്രുതി കറക്റ്റ് അമ്പലത്തിന് ഫ്രണ്ടിൽ താളത്ത് നിൽക്കുകയാണ്. അവൾക്ക് മനസ്സിലായി വെളുത്തവണ് അവൾ കറുത്ത് മണ നടന്നു, അല്ലെങ്കിൽ ഉള്ളിൽ മണ നടന്നു മനസ്സിലായതുകൊണ്ട് അവൾ അമ്പലത്തിന് വേണ്ടി നമ്മുടെ ഇതെന്താ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശ്രീ ശക്തി വിനായക ക്ഷേത്രമാണ്. നമ്മൾ അമ്പലത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുക. നമുക്കെന്നാലും പെട്ടെന്ന് പോകണം ബസ് സ്റ്റോപ്പിലേക്ക്. തേങ്ങാശ്രുതിക്ക് കുട കൊടുക്കാതെ അവളുടെ കൂടെ നടക്കാതെ ഞാൻ പതുക്കെ നടന്നതിന് അവൾ ഒച്ചുണ്ടാക്കി പക്കുവരിലേക്ക് കാണിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് അവൾ നടക്കുമ്പോൾ സ്പീഡ് നടക്കാറില്ല കൈസ്. ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കും. ഇവിടെ പണ്ട് നടത്ത മത്സരത്തിൽ ഓട്ടോ മത്സരത്തിലൊക്കെ സ്കൂളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് കാല ആക്സിഡൻറ്റ് ചിരട്ട സർജറി കഴിഞ്ഞിട്ട് തെറാപ്പി ശരിക്കും ചെയ്യാത്തതിനും മസിൽസും എല്ലാത്തിനും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എല്ലാം അവൾക്ക് അറിയാം എന്താണ് അവൾ ഈ കിടന്ന് ഈ ഫാസ്റ്റോട് ഓടി പോകുന്നത്.
ഞാൻ എന്നിട്ട് അവളുടെ കൂടെ വന്നിട്ട് വേണ്ടി ആവശ്യപ്പെടാനാണ് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബൈക്ക് പോകണ്ടുള്ളൂ. ഞാൻ ബൈക്ക് പോകും. അവൾ വേഗം കൊണ്ട് പോകുന്നതിൻ്റെ വേണ്ടി അവൾക്ക് വിഷമമുണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അവൾക്ക് പതൊക്കെ കൂടാൻ അവൾക്ക് ഫാസ്റ്റോടെ ഇറങ്ങണം. പക്ഷേ എനിക്ക് അത്രയും ഫാസ്റ്റോടെ ഓടാൻ പറ്റില്ല. വെയിറ്റ് ചെയ്യാൻ നമുക്ക് പതൊക്കെ പോവാം. നമ്മൾ നടന്ന് എവിടെയൊക്കെ എത്തി ഗൈസ്. ഇവിടെ അടുത്തത് ഞാൻ കാണുന്ന അവിടെ ലോങ്ങിൽ കാണുന്ന ബസ് സ്റ്റോപ്പിലാണ് നമുക്ക് ബസ്സുള്ളത്. അവിടെയാണ് പോകേണ്ടത് നമുക്ക് ബസ് ഇറങ്ങാനായിട്ട്. അതാണ് ഗൈസ് ആ ബസ് സ്റ്റോപ്പിൽ നമുക്ക് പോകേണ്ടത്. നമുക്ക് പോകാനുള്ള ബസ്സാണ് പോകാൻ തോന്നുന്നു, അറിയില്ല ഗൈസ്. ഇവിടെ ഗൈസ് ബസ് സ്റ്റോപ്പിൽ ഇവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ നമ്മുടെ ബസ് എപ്പോഴും നമുക്ക് അറിയില്ല, നോക്കാം. ബസ്സിനെ കാത്തിരിക്കണം. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി മുകളിലത്തെ സീറ്റ് വഹിക്കുന്നത്. ലുലുമാൾ പോകുന്ന ബസ്സാണ്. നമുക്കെന്നാലും വലിയ കാറ്റ് കിട്ടില്ല ഫ്രണ്ട് ഇരിക്കേണ്ടതിൽ. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഫ്രണ്ടിൽ കയറി ഇരിപ്പുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, അത് കാണാൻ വേണ്ടി കയറി നിൽക്കുന്നത്. നമുക്കെന്താ നോക്കാം. ഇവിടെ നിന്ന് ലുലുമാൾ വരെ നമുക്ക് ഡബിൾ ഡെക്കറിൽ മുകളിൽ കയറി പോവാം. സംഭവം കൊള്ളാം. കൊച്ചിയിൽ ഡബിൾ ഡെക്കർ ബസ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ അധികം കണ്ടിട്ടില്ല. ഒന്ന് രണ്ട് ബസ്സൊന്നും ഞാൻ കണ്ടിട്ടുള്ളൂ. അധികം ബസ് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് ഇത് കൊള്ളാം. നിനക്കിട്ടുണ്ടോ? ഞാൻ ഒന്ന് ചോദിക്കും. കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് 20 രൂപയാണ് ഗൈസ് ഒരാൾക്ക് ബസ്സിന് ലുലുമാൾ വരെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ലുലുമാളിൽ പോവാണ്. ഇപ്പോൾ എവിടെ എത്തി? കണ്ണാശുപത്രിയുടെ അടുത്തൊക്കെ എത്താനായി. അവിടെ എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ആശുപത്രി കഴിഞ്ഞിട്ട് പിന്നുള്ളത് കണ്ണാശുപത്രിയുടെ. നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ വണ്ടി ഇടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനൊന്നുമില്ല ഗൈസ്. വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രണ്ടിൽ ക്യാമറ വെച്ചിരിപ്പുണ്ട്. നോക്കാം. ഫോൺ കയ്യിൽ നിന്ന് വീഴാതിരിക്കട്ടെന്ന് വിചാരിക്കണത്. ഫോൺ കയ്യിൽ നിന്ന് തോന്നി പണിയിട്ടും. ഇവിടെ നമുക്ക് ബ്ലോക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ബ്ലോക്ക് നോക്കട്ടെ. നമുക്ക് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ടായി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്ത് സീറ്റുണ്ട്, ഇവിടെ ഫുള്ള് സീറ്റുണ്ട്. ഇങ്ങനെ സീറ്റുണ്ട്, അത്യാവശ്യം സ്ഥലം ഉണ്ട്. വലിയ തിരക്കില്ല, പക്ഷേ അടിയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴത്തേക്കും ഭയങ്കര ക്യാഷ് ആയിരിക്കുന്നു, പക്ഷേ ഇല്ല. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം പേട്ട അവിടെയാണ് നിൽക്കുന്നത്. ബ്ലോക്കാണ്. മുകളിൽ താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പേടിയാവും. നമ്മൾ പകുതി വണ്ടീനെ മുകളിലിരിക്കും പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ പോകും. കാറേരം വേണമെന്ന് വെച്ചിട്ട് പണി കൊടുക്കുന്നതാണ്. അത്രയും സ്പേസ് ഉണ്ടായിട്ട് സ്ലോ മോഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലമ്മേ മുഖത്തൊക്കെ വന്നിരിക്കും പോലെ ഇത്. ആ കാറുകാരൻ്റെ അവിടെ പോയി നിന്ന് സ്റ്റക്കായി. ബസ് ഇവിടെ നിന്ന് എടുത്ത് കാറുകാരൻ ഇവിടെ നിന്ന് എടുത്ത്.
സൗകര്യം വേണമെന്ന് വെച്ചിട്ട് കുറേ നേരം ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മളെ തെറ്റല്ല, KSRTC ബസ് ഒരു സൈഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരാൾ ഇവിടെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എത്രയും ഗ്യാപ്പിട്ട് പതുക്കെ ബ്രേക്ക് പിടിച്ച് കണ്ട അയാൾ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. ഗൈസ്, ആ കാറുകാരൻ ബസ്സിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ആ വണ്ടി KL 01 CM 4833 വണ്ടി നമ്പർ. പുള്ളി ബസ്സിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തോട്ടാണ് പോകുന്നത്. കാരണം പുള്ളി മത്സരിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോവുകയാണ്. നമ്മൾ ലുലുവിലേക്ക് ഇവിടെ നിന്ന് തിരിയും. ഇതാണ് ലുലുവിലേക്ക് പോകുന്ന വഴി. ഇവിടെയും ബസ് സ്റ്റോപ്പിൽ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. ആ പാർട്ടിയുടെ ഇതായിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാൻ ലുലു എത്തിയിട്ട് അങ്ങനെ നമ്മൾ ലുലുവിലേക്കുള്ള അങ്ങോട്ടേക്കുള്ള പാലം, ആ പാലമാണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കൊന്ന് ഡബിൾ ഡെക്കർ ആയതുകൊണ്ടാണ് ഇത്ര സ്ലോ മോഷനിൽ പോകുന്നതെന്ന് തോന്നുന്നു. അതെ, നമ്മൾ ഈ പാലം കയറി ഇങ്ങനെ മുമ്പ് ചാക്കയിൽ വാഴുന്ന ശ്രീ ബാലമുരുക സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് അല്ലേ. ക്ഷേത്രം ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാണുന്നതാണ് ക്ഷേത്രം. കണ്ടോ, അത്രയും സ്ഥലം ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. സൂം ചെയ്ത് കാണിക്കുകയെന്ന് വെച്ചാൽ നാമൻ ഇതാണ് അമ്പലം. ക്ഷേത്രം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കൊള്ളാം കേട്ടോ. നമ്മൾ ഈ 2 നില ചക്കരൻ്റെ മണ്ടേക്ക് ഇരുന്ന് ഇങ്ങനെ കാണുമ്പോൾ വ്യൂ പൊളിയാണ്, വേറെ ലെവലാണ്. അപ്പം ഞാൻ വലിയ കാണിച്ചു. ലുലുവിൻ്റെ അവിടെ നിന്ന് പിന്നെ വീണ്ടും മെയിൻ റോഡിലേക്ക് കയറും. ഇത് ചെറിയൊരു റോഡാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, ബൈപ്പാസ്. നമ്മൾ ലുലു കഴിയുമ്പോഴത്തേക്ക് ഈ ബസ് വീണ്ടും ഈ കാണുന്ന വലിയ റോഡിലേക്ക് വീണ്ടും കയറും. ഇവിടെ തൊട്ടപ്പുറത്ത് കാണാൻ കിയയുടെ ഷോറൂമാണ്. അപ്പോൾ ഗൈസ്, അവിടെ നമ്മളെ ലുലുവിൻ്റെ അടുത്തെത്താറായി. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ലുലുവിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. മുകളിൽ കണ്ടോ ലുലു.
ഗൈസ് ഇതാണ് നമ്മൾ വന്ന ബസ്. എനിക്ക് തോന്നുന്നു ഈ ബസ്സിലെ മുക്കാഭാഗം ആൾക്കാരും ഇവിടെ തന്നെ ഇറങ്ങിയത്, ഈ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിയെന്ന് തോന്നുന്നു. എല്ലാവരും ലുലുമാളിലേക്കായിരുന്നു. നമ്മളത് ലുലുമാളിലേക്ക് കയറാൻ വേണ്ടി ഇറങ്ങി. ഇനി അവിടെ ചെന്ന് അവിടെ നിന്ന് നടന്ന് കയറണം ലുലുമാളിലേക്ക്. അത്രയും ദൂരമുണ്ട്, കുറച്ചും കൂടെ ദൂരമുള്ളൂ. നമ്മൾ വന്ന് ബസ് പോകുന്നു ഗൈസ്. നമ്മളായിട്ട് ഫ്രണ്ടിലായിരുന്നത്. ബസ് ഫുള്ളും പരസ്യമാണ്. ഇവർക്ക് ഇങ്ങനെ സ്റ്റിക്കർ അടിക്കുന്ന കുഴപ്പമില്ല. നമ്മൾ പാവപ്പെട്ട സാധാരണക്കാരൻ ഒരു ബൈക്ക് വാങ്ങിയത് സ്റ്റിക്കർ അടിക്കാൻ മാത്രമേ പ്രശ്നമുള്ളൂ. അതങ്ങനെയാണല്ലോ, കാശുള്ളതുകൊണ്ട് എന്തു ആവാം, സർക്കാരിനും എന്തു ആവാം. നമ്മുടെ നാട് അങ്ങനെയാണ്, പണ്ട് കാര്യമില്ല. പിന്നെ ലുലു മോളിനകത്ത് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ പിന്നെ അവന്മാരെ പിടിച്ച് ഫോണിലെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ലുലു മോളിനകത്ത്. നമുക്ക് എന്തായാലും ജസ്റ്റ് മോളിൽ പോയിട്ട് നമ്മുടെ വന്ന ആവശ്യം നിറവേറ്റി പെട്ടെന്ന് ഇറങ്ങാൻ ശ്രമിക്കാം. ഉച്ചയ്ക്ക് മുമ്പ് നെടുമങ്ങാട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അക്ഷയയിൽ പോയിട്ട് PF വലിക്കണം. PF വലിച്ച് ഇങ്ങനെ PF അക്കൗണ്ടിൽ കയറ്റിയാൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പെട്ട അവസ്ഥയാവും. കാരണം ലോൺ നാളെ പോകണം, അക്കൗണ്ടിൽ പൈസ ഇല്ല. ശരിക്കും ഇപ്പുറത്ത് കൂടെ നടന്നു കയറാനുള്ള അവസരമുണ്ട് കൈസ്. പക്ഷേ അവന്മാർ ചുറ്റി വളച്ച് വിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ അവന്മാർ. ഈ എൻട്രി കൂടെ കയറി സുഖമായിട്ട് സ്റ്റെപ്പ് മുകളിൽ പോകാം. ഇതിങ്ങനെ ചുറ്റി വളഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകേണ്ടി വരും. ഭയങ്കര ദൂരമാണ്. ഒന്നാമത് പൊട്ട വെയിലാണ്. ഈ സമയത്താണ് പോലെ ഇങ്ങനത്തെ പണിയൊക്കെ തരുന്നത്. നമ്മളെ കൊച്ചി പക്ഷേ ലുലുവിൽ എങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നു. അവിടെ നമുക്ക് പെട്ടെന്ന് കയറാം. മെയിൻ എൻട്രി കൂടെ തന്നെ കയറി പോവാം. മെയിൻ എൻട്രി കൂടെ ഇറങ്ങി പോവുകയും ചെയ്ത് മെയിൻ എൻട്രി വിട്ടിട്ട് അതിന് സെപ്പറേറ്റ് പെഡസ്ട്രിയൻ ബോക്സിന് സെപ്പറേറ്റ് വേറൊരു എൻട്രി വെച്ചിട്ട് നമ്മളെ കറക്കി വലിപ്പിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. പണ്ട് കാര്യമില്ല. എന്ത് ചെയ്യാനാണ് ഇവിടുത്തെ രീതി അങ്ങനെ തോന്നുന്നു. നമ്മൾ പണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കുഴപ്പമില്ല. ഇവിടെയൊക്കെ പുറത്താണ് പൊട്ട വെയിലത്ത് വണ്ടി പറക്കുന്നത്. കൊച്ചിയിൽ വെയിലത്ത് പറക്കേണ്ട ആവശ്യം വരുന്നില്ല. വെയിലത്ത് പറക്കണം ഞങ്ങൾ സ്വിഗ്ഗിയിലെ സൊമാറ്റോ വർക്കേഴ്സിൻ്റെ ഡെലിവറി പാർക്കിംഗ് മാത്രമേ വെയിലത്ത്. ബാക്കിയുള്ള വണ്ടിയൊക്കെ സുഖമായിട്ട് വണ്ടിയുടെ അടിയിലും പിന്നെ പുറത്ത് സെപ്പറേറ്റ് പാർക്കിംഗ് ബിൽഡിംഗ് ഉണ്ട്. അവിടെ വെയിലധികം പാർക്ക് ചെയ്യാം. ഇവിടെ പക്ഷേ ഫുള്ളും വെയിലത്താണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ട്. പോയി എടുക്കുമ്പോൾ പുള്ളി എടുക്കും. പിന്നെ ഇവിടെ ഇതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ട്. പക്ഷേ അത് ബൈക്കിനുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാറിനൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബൈക്കിനുണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ബൈക്കില്ലാതിരിക്കും, ഉറപ്പായിട്ടുണ്ടാവും. നമ്മളങ്ങനെ എൻട്രൻസ് കയറാൻ പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ലുലുവിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബാക്കി വീഡിയോ എടുക്കാം. ഇപ്പോൾ തന്നെ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടാവും. വയസ്സ് എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. കൂടുതൽ വിവരങ്ങൾ ഫാസ്റ്റായിട്ട് ഷോർട്സാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റോറി ആയിട്ട് നമ്മൾ ഇൻസ്റ്റയും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് അതിൽ കാണാം കൂടുതലായിട്ട്. വയസ്സ് നമ്മൾ വന്ന പോലെ കാര്യം നടന്നില്ല. നമുക്ക് വട്ടി ചന്തയ്ക്ക് പോയ പോലെ ലുലുമാളിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് ചെക്കപ്പ് ചെയ്തപ്പോൾ പറഞ്ഞ് നമുക്ക് ഈ മാസം എലിജിബിൾ അല്ല, അടുത്ത മാസം എലിജിബിൾ ആകുള്ളൂ എന്ന് പറഞ്ഞത്. നമ്മൾ ഈ മാസം ലോണൊക്കെ കിട്ടുമെന്ന് പറയാൻ വേണ്ടി കുറേ ലോൺ എൻക്വയറിയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ മാസം കിട്ടില്ല, അടുത്ത മാസം ലാസ്റ്റിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ പ്രതീക്ഷ പോയി. ഇനി PF പോയി നോക്കണം. PF വല്ലതും കിട്ടിയാൽ PF 40,000 കിട്ടണമെന്ന് ആഗ്രഹം. പക്ഷേ അപ്പോൾ 5 മാസത്തെ PF ഉള്ളൂ. 5 മാസത്തെ PF മാക്സിമം പോയാലൊരു 10,000 6,000 7,000 കിട്ടുള്ളൂ മാക്സിമം. അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അത്രയും ഫണ്ട് കൊടുത്ത് കിട്ടൂല. നമുക്കെന്തായാലും പണി പാളി. ഇനിയിപ്പോൾ ലോൺ അടക്കം എന്തെങ്കിലും പിടിയില്ലാത്ത അവസ്ഥ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോൺ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് ട്രൈ ചെയ്യാം ലോൺ വല്ലതും കിട്ടുമോ വീട്ടിൽ പോയിട്ട്. അല്ലാതെ നമുക്ക് ഓപ്ഷൻ ഇല്ല. നമുക്കെന്തായാലും നടന്നു പോവാം. ഇനി പാലങ്കര അങ്ങോട്ട് പോകണം. അതാണ് പ്രശ്നം. കുഴപ്പമില്ല. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വണ്ടിയുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. സേഫാണ് പാലം കയറി പോകുന്നത്. പാലം കയറി പോക്കിച്ചിരി പണിയാണ്. കാരണം ഒരു കുന്ന് കയറുന്ന പോലെ കയറ്റം കയറി പോകണം. പക്ഷേ എങ്കിലും കുഴപ്പമില്ല ഗൈസ്. വണ്ടിയുടെ ഇടയിൽ പോയി ചെന്ന് അപകടങ്ങൾ വരുത്തിച്ച് വെച്ചാൽ സേഫായിട്ട് നമുക്ക് റോഡ് ക്രോസിലുള്ള ഓപ്ഷനാണ് ഈ പാലം കയറി പോകണം. നല്ല വഴിയാണ്. എടപ്പള്ളി ലുലുവില്ല. പക്ഷേ എങ്കിലും അവിടെ സിഗ്നൽ ഫുള്ളും പോലീസുള്ളതിൻ്റെ പേരിലും നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. എടപ്പള്ളി ലുലു കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എടപ്പള്ളി ലുലിന് 2 എൻട്രി ഉണ്ട്. ഒന്ന് NH 47 എൻട്രി ഉണ്ട്, ഒന്ന് NH 17 എൻട്രി. അപ്പോൾ 2 എൻട്രി ഉണ്ട്. അതുകൊണ്ട് 2 എൻട്രിയിലും പാലം കൊണ്ട് നടക്കാത്ത റെഡിയാണ്. ഇവിടെ ഒന്ന് ഒറ്റ എൻട്രി ഉള്ളൂ. അത് വലിയ മെയിൻ എൻട്രിയാണ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് പോകാൻ പറ്റും. ഗൈസ് അവിടെ യൂണിസെഫിൻ്റെ ഒരു പയ്യനിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പറഞ്ഞു ഞങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് താല്പര്യപ്പെടുന്നില്ല. വെറുതെ അവരുടെ സമയം കൊണ്ട് കാര്യമില്ല. അവിടെ ഞങ്ങൾ പലക്കും നടന്നു. നമ്മളൊരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ അവരുടെ വായിൽ വെള്ളം കളഞ്ഞ് അതൊക്കെ അവർ പറഞ്ഞിട്ട് വെറുതെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് അവസാനം നമ്മൾ നോ പറഞ്ഞു പോകുമ്പോൾ അവർക്ക് വിഷമമാവും. നമുക്ക് താല്പര്യമില്ലെങ്കിൽ ആദ്യമേ താല്പര്യം പോകുമ്പോൾ നമുക്ക് വേറെ പരിപാടി കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നം തോന്നുന്നു. നമ്മളപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് വേറെ പരിപാടിന് പോകാൻ സമയമില്ല എന്ന് പറഞ്ഞ് അവിടെ കുഴപ്പമില്ല, താങ്ക് യു കേട്ടോ, നമുക്ക് പമ്പിട്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം.
വീട്ടിൽ പോകുമ്പോൾ അക്ഷയ പോകാം. അക്ഷയ പോയിട്ട് PF അപേക്ഷ നോക്കാം. PF എങ്ങനെ കിട്ടണം. ഇന്നത്തെ ദിവസം PF കിട്ടിയില്ലെങ്കിൽ ഉറപ്പാട് പെട്ട അവസ്ഥയാവും. PF എങ്ങനെ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചാൽ പോകുന്നത്. വീട്ടിൽ പോയിട്ട് നോക്കാം. ലോണുകളൊന്നും കിട്ടുന്നില്ല ഗൈസ്, അതാണ് മെയിൻ പ്രശ്നം. ഈ മാസം ലോണൊന്നും കിട്ടൂല, അതാണ് മെയിൻ പ്രശ്നം. ഓൾറെഡി കുറേ ലോൺ എൻക്വയറി നടത്തിൻ്റെ പേരിൽ ലോൺ കിട്ടൂല. ലോൺ എൻക്വയറി നടന്നില്ലായിരുന്നെങ്കിൽ കിട്ടിയാൽ, പക്ഷെ ലോൺ എൻക്വയറി കുറേ വന്നതിൻ്റെ പേരിൽ ലോൺ കിട്ടില്ല എന്നുള്ളത്. നോക്കാം നമുക്ക് എന്തായാലും. നമ്മളൊന്ന് ബസ് കയറി വേണം തിരുവനന്തപുരത്ത് പോകാൻ. ബസ് സ്റ്റോപ്പ് പോയി ഇതാണ് ബസ് സ്റ്റോപ്പ്, നമുക്ക് പോയി നിൽക്കാം. ഗൈസ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ കിഴക്കേക്കോട്ട ബസ്സാണ് കിട്ടിയത്. നമ്മളിപ്പോൾ ഓവർ ബ്രിഡ്ജിൽ നിന്ന് സ്ഥലത്ത് MG റോഡിലാണ് സ്ഥലം. ഇതിന് സ്ഥലത്തിൻ്റെ പേര് എടുപ്പാണെങ്കിൽ ഓവർ ബ്രിഡ്ജ്. നമ്മൾ അവിടെ ഇറങ്ങി. ഇനി ഇവിടെ നമുക്ക് നിർമ്മാണ ബസ് ഇടുന്ന പറയണത്. നോക്കാം, ഇവിടെ നമുക്ക് അറിയില്ല. ഇവിടെ എവിടെ നെടുമങ്ങാട് ബസ് സ്റ്റോപ്പുള്ള നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. തമ്പാനൂർക്ക് നടന്നു പോകണം. ഗൈസ് ഇവിടെ നിന്ന് തമ്പാനൂർക്ക് നടന്നു കൊല്ലാനാണ് ഇന്ന് ഇവരുടെ പ്ലാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, നടന്ന് പണ്ടടങ്ങാം. അതെന്താണ് മര്യാദക്ക് അവിടെ പാളയത്തടങ്ങി ഇറങ്ങിയിരുന്നെങ്കിൽ അങ്ങോട്ട് പോണം നടന്ന്. നെടുമങ്ങാട് ബസ് നിർത്തൂല. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല. എന്തായാലും നോക്കിയാണിപ്പോ ഇവിടെ തമ്പാനൂർ സ്റ്റാർട്ട് പാളയത്തിൽ ഇപ്പൊ നെടുമങ്ങാട് സ്റ്റോപ്പ് ഇല്ല, ബസ് നിർത്തൂല. അവിടെ നിന്ന് മ്യൂസിയത്തിന്റെ അവിടെയാണ് ഇപ്പൊ നിർത്തണത്. നമുക്ക് എന്തായാലും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നടന്നു പോകാം. ഒത്തിരി ദൂരമൊന്നുമില്ല, നേരെ കാണുന്ന തമ്പാനൂർ. അങ്ങനെയൊക്കെ പറയുന്നത് നമുക്കറിയില്ല. എന്തായാലും പോവാം. കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് കെടുക്കാട് കിട്ടിയില്ല. ഇനിയിപ്പോൾ അടുത്തൊരു നമുക്കുള്ളത് നമ്മളെ ഇതെടുക്കലാണ്, PF എടുക്കലാണ്. അതിന് നെടുമങ്ങാട് നമ്മൾ അക്ഷയ പോകണം. പോയി നോക്കാം. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കും. നോക്കാം എന്താ കിട്ടുമോ നമുക്ക് അറിയില്ല. ഞാൻ വീഴാൻ നോക്കി നടന്നോ, നീ വീഴാൻ നോക്കി നടക്ക്. ഫൈനലി നമ്മൾ തമ്പാനൂർ എത്താനായി. വാട്സാപ്പ് ഗവൺമെൻറ് റെയിൽവേയുടെ മറ്റേ ഹെഡ് ഓഫീസ് സംഭവമാണ്. ആ റെയിൽവേയുടെ ഓഫീസാണ്. അപ്പോൾ നമ്മൾ തമ്പാനൂർ എത്താനായി. കുറച്ച് പോകുമ്പോൾ തമ്പാനൂർ സ്റ്റാൻഡിലെത്തും. സ്റ്റാൻഡിൽ നമുക്ക് നമ്മുടെ ബസ് കയറി പോകാനാണ്. അങ്ങനെ ദൂരെ കാണുമെന്ന് പറയുമ്പോൾ അങ്ങനെ ദൂരെ ബസ് പോസ്റ്റിൽ കയറുന്നുണ്ട്. അതാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. നമുക്ക് അവിടെ പോയിട്ടാണ് ബസ് കയറി പോകാനായിട്ട്. നമുക്ക് അവിടെ പോയിട്ട് ബസ് കിട്ടുമോ നോക്കാം. നമ്മളങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാടേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. ബസ് ആരും വന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. നമുക്ക് നെടുമങ്ങാടൊക്കെ ഇവിടുന്ന് പോയിട്ട് വേണം അവിടെ നിന്ന് PF അപേക്ഷിക്കാനായിട്ട്. പെട്ടെന്ന് PF അപേക്ഷിച്ച് ഫണ്ട് അക്കൗണ്ടിൽ കയറി രക്ഷപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നാളത്തെ ലോൺ മുടങ്ങും. ഒരു ലോൺ പോലും പെൻഡിങ് വരുത്താൻ പാടില്ലെന്നാണ് ആഗ്രഹം. കാരണം പെനാൽറ്റി രണ്ടാമത്താലും സിബിൽ സ്കോർ പോകും. അതുകൊണ്ട് ഇന്ന് ലോൺ അടഞ്ഞ് പോയാൽ പറ്റുള്ളൂ. ലോൺ അടഞ്ഞ് പോകണമെന്ന് ആഗ്രഹത്തോളം PF എടുക്കാൻ വേണ്ടി പോകുന്നത്. PF കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടിക്കഴിഞ്ഞാൽ നാളത്തെ ലോൺ അടയും. പക്ഷേ എങ്കിലും ഒന്നാമത്തെ ലോൺ അടയാൻ ഫണ്ട് തികയില്ല. ആ ഫണ്ട് ഉണ്ടാക്കുന്ന അവസ്ഥ, അത് ആ ഫണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ടപ്പെടും. നോക്കാം ഫണ്ട് കിട്ടുമോ നമുക്കറിയില്ല. നമുക്ക് SRS ആരും വന്നിട്ട് അവരായിരിക്കുമ്പോൾ തന്നെ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ. വൈഫ് ബാഗ് വെച്ചിട്ട് പോയിക്കോ. തേങ്ങാസൂതി അപ്പുറത്തിരിപ്പുണ്ട്, ആ ചേച്ചിയുടെ അപ്പുറത്തിരിപ്പുണ്ട്. അവിടെ വണ്ടി എടുത്തേം വരും തോന്നുന്നു. ഇവിടെ നിന്നൊരു ചൂട് കൂടാണ്ടാണ് അങ്ങോട്ട് പോയത്. നാളെ വീശുന്നില്ല, പറ്റുന്നില്ല, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വീശാൻ വേണ്ടി പേപ്പർ കൊണ്ടുപോയിട്ടുണ്ട്. നാളെ വീശിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ച് ഭയങ്കര ചൂട് കാരണം. ചൂട് സഹിക്കുന്നില്ല. സൂര്യ അവിടെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് സഹിക്കുന്നില്ല, നല്ല ചൂടാണ്. എന്തിനും കത്തുന്നു വേണമെങ്കിൽ പറയാം. നല്ല കത്തലാണ് കത്തുന്നത്. ഇങ്ങനെ കത്തി നമ്മൾ ഉറപ്പായിട്ടും ചൂടെടുത്ത് പൊള്ളി ചാവും. അമ്മാതിരി കത്തല അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൂട് സഹിക്കുന്നില്ല. ഫൈനലി കേസ് നമ്മളെ ഡ്രൈവർ വണ്ടി എടുത്ത് കഴിഞ്ഞു. നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര മണിക്കൂടെത്തും? നമ്മളിപ്പോൾ വീടെത്തുമ്പോൾ നോക്കും. വീടല്ല, സമയമെടുക്കും. വീടെത്താനല്ല, നമുക്ക് നെടുമങ്ങാടെത്താൻ മിനിമം ഒരു മണിക്കൂർ എത്തും തോന്നുന്നു. അപ്പോൾ 1:45 സമയം. ഉച്ചയ്ക്ക് 1:45 നല്ല പേരുണ്ട്. ഞാൻ അവിടെ പുള്ളി ഇരിക്കുകയാണ്. നമ്മൾ നെടുമങ്ങാടെത്തുന്ന സമയം എന്തായാലും 1:30 1:30 2:30 3 മണിയൊക്കെ ആവുമെന്ന് തോന്നുന്നുണ്ട്. കുഴപ്പം നമുക്ക് 4 മണിക്ക് 5 മണിക്ക് തുറന്ന് വീട്ടിലേക്കുള്ള ബസ്സുണ്ട്, ഡയറക്റ്റ് ബസ്സുണ്ട്. അപ്പോൾ അത് തീർത്ത് അക്ഷയയിലെ പെട്ടി തീർത്ത് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയാൽ നമുക്ക് സുഖമായിട്ട് ആ ബസ് കിട്ടും. അക്ഷയയിൽ ഇന്ന് PF പഠിക്കാൻ പറ്റണമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. പറ്റില്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പെട്ട അവസ്ഥയാവും. പട്ടണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹത്തിലാണ് പോകുന്നത്. പട്ടണമെന്നും പറ്റും, നോക്കാം. പറ്റില്ലെങ്കിൽ പെടും ശരിക്കും. പറ്റട്ടെ, ആഗ്രഹത്തോടെ പോവാണ്.
പുറത്തൊക്കെ നല്ല വെയിലാണ്. തിരുവനന്തപുരം പൊള്ളാണ് ഗൈസ്. ശരിക്കും കത്തുന്ന വെയിലാണ്. ശരിക്കും പറഞ്ഞാൽ പൊള്ളലോട്ട് സഹിക്കൂല. ചൂട് കാറ്റും വെയിലും ഒടുക്കത്തെ വെയിലും പൊളി വെയിലും നമുക്ക് താങ്ങാൻ പറ്റാത്തത്രയും വെയിലുമാണ്. കുടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പിടിച്ചൊന്നും നടക്കാൻ പറ്റില്ല. അത്രയ്ക്കും വെയിലാണ്. എന്തായാലും നമുക്ക് നെടുമങ്ങാടെത്തി കാണാം ഗൈസ്. നമ്മളങ്ങനെ നെടുമങ്ങാടെത്തി. തേങ്ങാശ്രുതി ഞാൻ ലെഫ്റ്റ് സൈഡിൽ പൊക്കിയില്ല. നമ്മളെ ബസ് നെടുമങ്ങാടെത്തി. ഇത്തരം അക്ഷയമുള്ളത് കോടതിയല്ലേ അത് മുകളിൽ. മുകളിൽ കോടതി ബിൽഡിംഗ് ആണ് ഗൈസ്. അതിൻ്റെ അകത്ത് താഴത്തായിട്ട് അക്ഷയുണ്ട്. പിന്നെ ഗവൺമെൻറ് ഇവിടെ ഓഫീസുകളിലൊക്കെ ഉണ്ട്. പിന്നെ തഹസിൽദാർ ഓഫീസുണ്ട്. എല്ലാം ഇതിനകത്തുണ്ട്. നെടുമങ്ങാടെത്തിയപ്പോൾ ഗൈസ് മഴ പെയ്യുന്നു. നമ്മൾ നാറി എടുത്തിട്ട് നേരം പാട്ടിട്ടില്ല. ഞാൻ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് മറ്റേ പ്രചരണത്തിൻ്റെ പാട്ടിട്ട് ഗൈസ്. ഈ ബിൽഡിങ്ങിലാണ് നെടുമങ്ങാട് എംപ്ലോയ്മെൻറ്റ് സഹകരണ സംഘം ഉള്ള ഓഫീസുള്ളത്. പിന്നെ താലൂക്ക് ഓഫീസിനകത്താണ് എല്ലാം മിക്കതും ഇവിടെ ഉണ്ട്. നെടുമങ്ങാടുള്ള വലിയ വലിയ ഗവൺമെൻറ് എല്ലാ സാധനം ഇവിടെ ഉള്ളത്. അപ്പോൾ അതിനെന്തോ പറയുന്ന വൈഫാണ്, എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും നമ്മൾ വന്ന് അക്ഷയപുരത്ത് മഴയുണ്ട് ഗൈസ്. സമാധാനമുണ്ട് മഴ വീണത്. കാരണം നമ്മൾ കൊല ചൂടുകൊണ്ടാണ് തിരുവനന്തപുരത്തിലേക്ക് മഴ പെയ്ത് ചൂട് മാറി. നമുക്കിനി എത്രയും പെട്ടെന്ന് അക്ഷയ പോയിട്ട് തിരിച്ചിറങ്ങാം. ഞങ്ങളിവിടെ 3 മണിയായിട്ട് പോസ്റ്റാണ് ഗൈസ്. നമ്മൾ നെടുമങ്ങാടെത്തി. നമ്മൾ അക്ഷയയിലൊക്കെ പോയി. എന്നിട്ട് 3 മണി തൊട്ട് ഇവിടെ നമ്മൾ കട്ട പോസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക മറ്റേ സൊസൈറ്റിയിലൊക്കെ പോയിട്ട് വന്നാൽ മതിയായിരുന്നു. അതിനും വേണ്ടി സമയം നമ്മളിവിടെ ഇരുന്ന് പോയി. നമ്മൾ ഇനിയിപ്പം 5:30 കഴിയും നമുക്ക് ബസ്. നമുക്ക് 5:30ക്കാണ് ബസ് ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലെത്താൻ എന്തായാലും വൈകിട്ടാവും. സ്വിച്ച് ഓഫ് ആവാറായി ഫോണ്. അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പോകുമ്പോൾ അറിയാം. ഇതുവരെ കട്ട വെയിറ്റിംഗ് ആണ്. ഫൈനലി ഗൈസ് നമ്മൾ വീട്ടിലെത്തി. നമ്മൾ വീട്ടിൽ ഇപ്പോൾ വന്നിട്ട് ഒരു അരമണിക്കൂറായി. നമ്മൾ വന്നപ്പോൾ താഴത്ത് കുളിച്ചിട്ട് വന്നത്. ഇപ്പോൾ കുളിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ നമ്മൾ ഇന്ന് പോയ കാര്യം ഒന്നും നടന്നില്ല. എല്ലാം വെറുതെ പോയി. കാശ് വെറുതെ പോയി എന്നല്ലാതെ വേറെ ഗുണമുണ്ടായില്ല. വണ്ടി കാശ് വെറുതെ പോയി. ബസ് കാശ് കുറേ കയ്യിൽ നിന്ന് പോയല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. നമ്മൾ രാവിലെ ഫുഡ് ആവശ്യിച്ചിട്ടാണ് പോയത്. അപ്പോൾ രാത്രിക്ക് ആ ഫുഡ് തന്നെ നമുക്ക് വേറെ ഫുഡൊന്നും ഇല്ല. പരീക്ഷ ഭയങ്കര ശല്യം. നമ്മൾ ആ ഫുഡ് കഴിക്കണത്. വേറെ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഫുഡ് ജസ്റ്റ് ചെയ്യാം. ഫുഡ് കഴിക്കാൻ പോകണേ. അപ്പോൾ ഇതോടെ ഇന്നത്തെ വ്ളോഗും അവസാനിക്കുകയാണ്. സിറ്റി ട്രാവൽ വ്ളോഗ് ഇന്നത്തോടെ നമ്മൾ മൈൻഡപ്പ് ചെയ്യണം. നമ്മളിനി അടുത്തൊരു പുതിയ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി. അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് വേണ്ടി തോന്നില്ല. എല്ലാം കൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടവും നഷ്ടമുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് വേറെ ഒരു വിശേഷമായിട്ട് പിന്നീട് കാണുന്നത്. ബൈ ഫ്രം RJ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഓക്കെ, താങ്ക് യു. ബൈ.